ഒരു നിറനിലാവിന്നല പോലെ, ഒരു മൃദു സ്നേഹമഴ പോലെ, നിറവാൻ നനവാൻ ഹൃദയതന്ത്രി പാവന ശ്രുതിലയമാ സ്മൃതിഗീതം സ്മൃതിഗീതം. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്മൃതിഗീതത്തിലേക്ക് സ്വാഗതം. സ്മൃതിഗീതം സ്മൃതിഗീതം. മനുഷ്യജീവിതത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് നമുക്ക് നന്ദിയും സ്തുതിയും പറയാൻ മാത്രമേ കഴിയൂ. കാരണം നമ്മൾ ഇപ്പോൾ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എടുക്കുന്ന ഈ വലിക്കുന്ന ശ്വാസം പോലും മറ്റാരുടെയോ കരുണയാണ്, മറ്റാരുടെയോ ഔദാര്യം കൊണ്ടാണ് എന്ന ഉത്തമ ബോധ്യമാണ് എന്നെ നന്ദി പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. സത്യം, ഇത് എത്ര പറഞ്ഞാലും, എൻ്റെ ജീവിതം മുഴുവൻ എടുത്ത് പൂർണ്ണമായും നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം അനുനിമിഷം മറ്റ് ആരുടെയോ കരുണ കൊണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നീങ്ങുന്ന ജീവിതം എന്ന ബോധ്യത്തിലാണ് നന്ദി പറയാൻ കഴിയുക. അങ്ങനെ ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിന്ന് ആ ദൈവ സ്നേഹത്തിൻ്റെ തണലിൽ ജീവിക്കാൻ, നന്ദി പറയാൻ എനിക്കും നിങ്ങൾക്കും ഈ ജീവിതം തികയില്ല. എങ്കിലും നമ്മുടെ ജീവിതം മുഴുവനുമായി നന്ദിയുടെയും സ്തുതിയുടെയുമായി മാറട്ടെ. അങ്ങനെയുള്ള ജീവിതമാകട്ടെ എൻ്റെയും നിങ്ങളുടെയും. ആ വലിയ പ്രാർത്ഥനയാണ് സ്മൃതിഗീതം ആരംഭിക്കുമ്പോൾ. ഇന്ന് സ്മൃതിഗീതം നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്ന ഒരു മികച്ച കലാകാരനെ തന്നെയാണ്. ഒരു താരരാജാവാകാൻ, അതല്ലെങ്കിൽ ഒരു വെള്ളിത്തിരയിലെ നക്ഷത്രമാവാൻ കൊതിച്ച ഒരു പയ്യൻ. അവൻ ഇടയവഴിയിലെ ഗാനങ്ങൾ, ഇടയവഴിയിലൂടെ നീങ്ങി കർത്തൃ ശുശ്രൂഷകനായി മാറിയ ഒരു കഥ പറയാനുണ്ട് ഈ കലാകാരൻ. ഏതാണ്ട് 100-ലധികം ആൽബങ്ങളിലായി 1400ഓളം ക്രിസ്തീയ ഭക്തിഗാനം. സ്മൃതിഗീതം സ്മൃതിഗീതം. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വർണ്ണശബളമായ ഒരു സ്ക്രീൻ, ഒരു വർണ്ണപ്രപഞ്ചം നിറഞ്ഞ ഒരു ലോകം, അങ്ങനെ സ്വപ്നം കണ്ട് നടന്ന ഒരു ചെറുപ്പക്കാരൻ. വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്വപ്നവുമായി വെള്ളിത്തിരയിലെ ഒരു നക്ഷത്രമാവണം എന്ന തീരാത്ത ദാഹമായിട്ട് നടന്നൊരു ചെറുപ്പക്കാരൻ ജിനോ. എങ്ങനെ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു ഇടയവഴിയിൽ നീങ്ങാനായിട്ടുള്ള ഒരു കൃപ, ഒരു അനുഗ്രഹം ജിനോയ്ക്ക് എങ്ങനെയാണ്? അവിടെ നിന്നാണ് നമ്മുടെ ഈ സ്മൃതിഗീതത്തിൽ ജിനോയുടെ ഒരു കരിയർ നമുക്ക് ആരംഭിക്കേണ്ടത്. വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, സ്മൃതിഗീതത്തിൽ വന്നിരിക്കുന്ന ആദ്യത്തെ പ്രൊഡ്യൂസറാണ് ജിനോ. കാരണം ജിനോയെ ഒരു പ്രൊഡ്യൂസറായിട്ട് മാത്രം കാണാൻ കഴിയില്ല. ഒരു ശുശ്രൂഷകനെന്നോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഗായകനാണ് ജിനോ. അപ്പം ഒരുപാട് മേഖലകൾ ജിനോയ്ക്കുണ്ട്. പക്ഷേ ആ ഒരു കമ്മിറ്റ്മെൻറ്റാണ് ജിനോയെ എൻ്റെ മുമ്പിൽ ഇരുത്തിയിട്ട് സത്യം തന്നെയാണ്. എനിക്കറിയേണ്ടത്, സ്മൃതിഗീതത്തിൻ്റെ പ്രേക്ഷകർക്ക് അറിയേണ്ടത്, എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ, ജിനോ എന്ന ഇങ്ങനെ സ്വപ്നം കണ്ട് നടന്ന ഒരു ചെറുപ്പക്കാരനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? അവിടെ നിന്ന് നമുക്ക് യാത്ര തുടങ്ങാം. തീർച്ചയായിട്ടും. ആദ്യമേ തന്നെ ഗുഡ്നസ് ടി.വിയുടെ സ്മൃതിഗീതം പ്രോഗ്രാമിൽ എന്നെ വിളിച്ച അങ്ങേക്കും ഈ സ്മൃതിഗീതത്തിൻ്റെ എല്ലാ പ്രേക്ഷകരോടുള്ള നന്ദി ആദ്യം അറിയിക്കുകയാണ്. ഞാൻ ഈ ഒരു കാരണവശാലും സംഗീതരംഗത്തേക്ക് എത്തിപ്പെടുമെന്ന് സ്വപ്നത്തിലും അപ്പുറത്തും ചിന്തിച്ചിട്ടുള്ള ഒരാളല്ല. കാരണം അതിനുള്ള സാഹചര്യം ജനിച്ചപ്പോൾ എനിക്ക് ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ തീരെ ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു വളർന്ന കൂലിപ്പണിക്കാരൻ്റെ മകനായിട്ട് ജനിച്ചു വളർന്ന ഒരാളാണ്. അച്ഛനും അമ്മയും 3 സഹോദരിമാരാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂലിപ്പണിക്കാരായിരുന്നു. അപ്പം കുടുംബം പോറ്റാനുള്ള കഷ്ടപ്പാടിനിടയ്ക്ക് സംഗീതത്തോടും അഭിനയത്തോടൊക്കെ ചെറുപ്പം മുതൽ ഒരുപാട് ആഗ്രഹമുണ്ട്. എങ്കിലും സ്കൂളുകളിൽ ചെറിയ ചെറിയ പ്രോഗ്രാമിൽ പങ്കെടുക്കുമെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് ഈ സ്റ്റേജ് വിട്ട് ചെറിയ സ്കൂളുകൾ വിട്ട് അപ്പുറത്തേക്കൊരു മേഖലകൾ എത്തിപ്പെടുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതെല്ലാം ദൈവനിയോഗവും, ഇന്ന് ഞാനിവിടെ ഇരിക്കുന്ന എല്ലാം ദൈവനിയോഗവും
നിമിത്തമാണെന്ന് വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ചെറുപ്പകാലത്ത് ഞാൻ ഈ പുറപ്പുഴ എന്നുള്ള ഇടവകയിലാണ്, തൊടുപുഴയ്ക്കടുത്ത് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടുത്തെ ഇടവകയിലെ ഒരു ചർച്ച് കൊയറിൽ ഇടിച്ചു കയറി, നമുക്കെല്ലാവർക്കും പാടാനൊക്കെ ആഗ്രഹമുണ്ടല്ലോ. പാട്ടുകാരനൊന്നുമല്ല, ബേസിക് പഠിച്ചിട്ടൊന്നുമില്ല. അവിടെ അങ്ങനെ പാട്ടുകാരനായിട്ട് കയറിയാണ് എൻ്റെ ഈ പാട്ട് രംഗത്തേക്കുള്ള തുടക്കം. അങ്ങനെ പല ഇടവകയിൽ പാടി. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു നാട്ടുകാരനാണ് മുൻമന്ത്രി, ഇപ്പോഴത്തെ MLA പി ജോസഫ് സാർ. അദ്ദേഹത്തിന് അന്നൊരു ചെറിയ ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൽ ഈ ഇടവക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി എന്നെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പാടാൻ വിളിക്കും, ഗ്രൂപ്പിലൊക്കെ. മെയിൻ പാട്ട് പാടാൻ പറ്റത്തില്ല. പക്ഷേ ഈ ചെറുപ്പകാലത്ത് ഞാൻ പാടിയ മിക്ക സ്ഥലത്തു നിന്നും തിക്താനുഭവമാണ്. കാരണം ശരിക്കും പാടാൻ അറിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ജോസ് സാറിൻ്റെ ഒരു സ്റ്റേജിൽ പിന്നെ സ്നേഹസ്വരൂപ അവതർശനം എന്നുള്ളൊരു പാട്ട് പാടി അവിടെ തെറ്റിപ്പോയി, അവിടെ നിന്നൊക്കെ ഇറക്കി വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കഥകളുണ്ട്. അപ്പം അങ്ങനെ പള്ളി കോയറിൽ നിന്ന് വന്ന് 10ാം ക്ലാസ് വിദ്യാഭ്യാസം എത്തുന്ന സമയത്ത് എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അപ്പം 3 പെങ്ങന്മാരും ഞാനാണ്. എൻ്റെ ഒരു നേരെ മൂത്ത പെങ്ങൾ കന്യാസ്ത്രീയായിട്ട് ഒരു കോൺവെന്റിൽ. കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ജനുവയുടെ തോളിലായി. തീർച്ചയായിട്ടും അതെ. അപ്പോൾ ആ സമയത്തും അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഞാൻ ഈ 9, 10 ക്ലാസ്സിലൊക്കെ ഞാൻ ഈ സിനിമ ലൊക്കേഷനുകളിലെ ചാൻസ് വെച്ച് പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒത്തിരി സിനിമകൾ പോയി, ഒത്തിരി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. കന്മതം, കൊട്ടാരം വീട്ടിലെ പൂട്ടൻ, നിറം, ആഘോഷം, ഒത്തിരി പടങ്ങളിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. അങ്ങനെ മൊത്തം ഡിസോർഡർ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ തൊടുപുഴയ്ക്കടുത്ത് ഏഴുമുട്ടം ത്യാബോർ ധ്യാന കേന്ദ്രം, അവിടെ ഒരു ധ്യാനത്തിൽ എന്ന അമ്മ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഭയങ്കര ഡിസോർഡർ ആയതുകൊണ്ട് അമ്മ പറഞ്ഞു ഇവർ ധ്യാനം കൂടാൻ പറഞ്ഞിട്ട് അവിടെ പോയി ധ്യാനം കൂടുകയാണ്. ധ്യാനം കൂടിയ സമയത്ത് അത് 94 വർഷം സമയമാണ്. അപ്പോൾ ധ്യാനം കൂടിയ സമയത്ത് എനിക്ക് അവിടെ 3 ദിവസം ഒന്നും പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തില്ല. കാരണം മനസ്സ് മുഴുവൻ സിനിമ അഭിനയവും ഒക്കെ ആയിട്ട് നടക്കും. 4ാമത്തെ ദിവസം അവിടെ അന്തരീസൗഖ്യദാനമായിരുന്നു. അപ്പോൾ അവിടെ കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യ രൂപ വരുമോ, ജേക്കബ് കോർട്ടി, ദാസ് ക്രിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത. ഞാൻ ഇപ്പോഴും പ്രൊഡ്യൂസറെ പേര് പറയും, കാരണം ഞാൻ പ്രൊഡ്യൂസർ എത്രയാണെന്ന് അറിയുന്നതുകൊണ്ടാണ് അത്. അപ്പോൾ ആ പാട്ട് അവിടെ കേൾക്കുകയും ആ പാട്ട് ഭയങ്കര ഫീൽ ചെയ്യുന്ന പാടില്ല ഒരു. ഓക്കെ, ഞാൻ ആ പാട്ട് ഇതിനു മുമ്പ് ഈ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ ഡിവൈൻ റിട്രീറ്റ് സെൻ്ററിലെ ധ്യാനത്തിൽ വന്നപ്പോൾ രാജേഷ് അവിടെ സ്റ്റേജിൽ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ള. അപ്പോൾ അവിടെ വെച്ച് ആ പാട്ട് കേൾക്കുകയും ഞാൻ ഒത്തിരി കരഞ്ഞ്, ജീവിതത്തിലൊന്നും ആകാത്ത നിരാശയൊക്കെ പെട്ട് കരഞ്ഞ്, അവിടെ വെച്ച് എന്തൊക്കെയോ മനസ്സിൽ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം, പരിസ്ഥാപൻ്റെ ഒരു അഭിഷേകത്താൽ ഞാൻ അവിടുന്ന് ഒരു തീരുമാനം, വെറുതെ നമുക്കൊക്കെ ആഗ്രഹിക്കുന്ന ഒന്നുമില്ലെങ്കിൽ ആഗ്രഹിക്കാൻ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ അവിടുന്ന് ഒരു പാട്ടെങ്കിലും എനിക്കൊന്ന് ഇറക്കിയാൽ ഇങ്ങനെ ഇറക്കണം. എന്നെക്കൊണ്ട് ആരും പാടിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഒരു പാട്ട് ഞാനായിട്ടൊന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ആർക്കെങ്കിലും എനിക്ക് കിട്ടിയ അഭിഷേകം മറ്റുള്ളവർക്ക് കൊടുക്കാവുന്ന രീതിയിൽ ആ തോന്നിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒത്തിരി ഒരുങ്ങി വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ കറക്റ്റ് ഒരു അത്ഭുതം എന്ന് പറയുന്നത്, അമ്മയ്ക്കൊരു വീതം കിട്ടിയായിരുന്നു. അമ്മയുടെ അനിയത്തി 2 പേരാണുള്ളത്, 2 മക്കളുള്ളൂ. അമ്മയുടെ സ്ഥലം വീതിച്ചിട്ട് അമ്മയ്ക്കൊരു ചെറിയൊരു പോർഷൻ, ഒരു പൈസ. ഇതൊക്കെ ദൈവത്തിൻ്റെ ഓരോ എന്നെ ഇങ്ങനെ വരുത്താൻ വേണ്ടി ദൈവം അന്ന് തൊട്ട് തുടങ്ങിയതിൻ്റെ ഒരു കഥയാണ്. അമ്മയ്ക്കൊരു വീതം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു 70,000. ആകെ 1.5 ലക്ഷം കിട്ടിയതിൽ പകുതി അമ്മയ്ക്ക് വീതം ഉണ്ടായിരുന്നു. അപ്പം അത് കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണെന്ന് വിചാരിച്ചു. ഞാൻ അമ്മയോട് പറയണം, അമ്മ എനിക്കിങ്ങനെ ഒരു CD ഇറക്കിയാൽ കൊള്ളാമെന്നുണ്ട്, കാസറ്റ്. അന്നത്തെ കാലത്ത് കാസറ്റാണല്ലോ. അപ്പോൾ അമ്മ ഒരു കാരണവശാലും സമ്മതിക്കില്ല. കാരണം പൈസ കിട്ടി ഞാൻ കുറച്ച് ദൂരത്തനായിട്ട് ഇങ്ങനെ സിനിമ ലൊക്കേഷനിലൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നതുകൊണ്ട് പൈസ തരികയില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പൈസ കളയുമെന്ന് ഓർത്തിട്ട് തന്നില്ല. പിന്നെ പെങ്ങന്മാരിലൂടെ എല്ലാം നിർബന്ധിച്ച് ഞാൻ ചങ്ക് കീറി കാണിക്കാം, ഞാൻ സത്യമായിട്ടും പറഞ്ഞതാണ്, എനിക്ക് ഞാൻ പരിസ്ഥാനൻ്റെ അഭിഷേകത്തെ പറഞ്ഞതാണ്, ഇത് എനിക്ക് നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും കാരണവശാൽ ഈ കാസറ്റ് വിജയിച്ചില്ലെങ്കിൽ ഞാൻ ഇത് കൊണ്ടുകടന്ന് വിട്ടിട്ടാണെങ്കിലും അമ്മ തന്ന പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ 2-3 ദിവസം ഭക്ഷണമൊക്കെ കഴിക്കാണ്ടിരുന്നു. ഇപ്പം എന്തോ അമ്മയ്ക്ക് പരിസ്ഥാനൻ്റെ അഭിഷേകത്തെല്ലാം അമ്മ തോന്നി 50,000 രൂപ, ഇപ്പോൾ ഓർക്കൊണ്ട് 500 ഒരു കെട്ടിടത്തിൻ്റെ മകൻ ഇനി രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് കൈ വെച്ച് തന്ന് തല അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ബേബി ജോൺ കലയന്താനി എന്നൊരു സുഹൃത്ത്, പുള്ളി അന്ന് ഡിവോഷൻ രംഗത്തേക്ക് വരുന്നുള്ളൂ, ഞങ്ങൾ അടുത്ത മിഷൻ ലീഗിലൂടെ ഉണ്ടായിരുന്ന ആളാണ്, ബിനു KP എന്ന് പറഞ്ഞിട്ടൊരു ആരക്കോട്. ഇവർ 2 പേരെ സമീപിച്ചു. അപ്പോൾ അവർ വീട്ടിലേക്ക് വന്നു. അവിടെ വന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ആ സമയത്ത് 2000 ഫെബ്രുവരിയിലാണ്ട് വർക്ക് തുടങ്ങി. അങ്ങനെയാണ് 2000 നവംബർ 11-ാം തീയതി സിയോൺ എന്ന ആദ്യത്തെ ആൽബത്തിൻ്റെ പിറവി. അന്നത്തെ മന്ത്രിയായിരുന്ന പി ജോസഫ് സാറാണ്, എടവപ്പള്ളി വെച്ചിട്ടാണ് അത് റിലീസ് ചെയ്തത്. അതാണ് തുടക്കം. അങ്ങനെയാണ്. ശ്രേയക്കുട്ടി, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നോ? നിറയെ പരിപാടികളൊക്കെ ഉണ്ട്, പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് പോകുന്നു അല്ലേ? വെരി ഗുഡ്. ഇപ്പൊ എത്രയിലാണ് ശ്രേയ മോള് പഠിക്കുന്നത്? 8th-ലാണ്. ഓ, വെരി ഗുഡ്. പ്രത്യേകിച്ച് മോളോട് പറയാനുള്ളത്, മോള് ഒരുപാട് സിനിമാ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതൊരു ഡിവോഷണൽ ക്രിസ്ത്യൻ വേദി ആയതുകൊണ്ട്
മോൾ ഒരുപാട് കൃഷ്ണ ഡിവോഷണൽസ് പാടിയെങ്കിലും ശ്രേയക്കുട്ടി എന്ന ശ്രേയ ജയദീപ്, ആ മോളെ തിരിച്ചറിഞ്ഞത് തീർച്ചയായിട്ടും ജിനോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മേലെ മാനത്തെ ഈശോയെ അല്ലേ? എങ്ങനെയാണ് ആ പാട്ട് പാടിയ അനുഭവം എന്ന് ഓർത്താൽ? ആ പാട്ടിന്റെ അനുഭവം കൂടുതലും എംജെങ്കിളായിട്ടുള്ള അനുഭവങ്ങളൊക്കെ കുറച്ചും കൂടി അറിയേണ്ട ജിനോങ്ങൾക്കായിരിക്കും. മോൾ ആ പാടിയ സമയം ഒന്ന് ഓർത്താൽ, ആ പാടിയ സമയം, ആ റെക്കോർഡിംഗ് സമയം. നമ്മൾ ഫ്രെഡി സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു. ശ്രേയക്കുട്ടിക്ക് പല്ലില്ലായിരുന്നു, അതൊക്കെയാണ് അത് പ്രത്യേക കാര്യങ്ങള്. ശ്രേയക്കുട്ടി കുഞ്ഞല്ല, കുറച്ചും കൂടെ കുഞ്ഞായിരുന്നല്ലോ. അപ്പൊ 2014 അപ്പൊ 2014 റിലീസായത്. അപ്പൊ ആ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഒരേ കൊച്ചു ഇത് പാടാൻ പറ്റുള്ളൂ, ഈ പാട്ട് നമുക്ക് ശ്രേയക്കുട്ടി വിളിക്കാം. അപ്പൊ ഞാൻ വൈദ്യൻ കൽപ്പിച്ചും രോഗിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒരേപോലെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് ശ്രേയക്കുട്ടി എൻ്റെ അടുത്തേക്ക് വിളിക്കുന്നത്. ശ്രേയക്കുട്ടിയെ പാട്ട് പാടാൻ 3-4 പ്രാവശ്യം സ്റ്റുഡിയോ വന്നു. ആദ്യം വരുമ്പം റെക്കോർഡിംഗ് എവിടെയായിരുന്നു? അവിടെ കൊച്ചിയില് ഫ്രെഡി സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു. അന്ന് ചിത്രയിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? അല്ല, അങ്ങനെയല്ല, നമ്മള് റെക്കോർഡിംഗ് കൊച്ചിയിലും അതിന്റെ ഷൂട്ട് ചെന്നൈയില്. ഓ, അങ്ങനെയായിരുന്നു. ഓ, ശരി ശരി ശരി. മ്യൂസിക് ലോഞ്ച് എന്ന സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അത് രസമായിരുന്നു. അപ്പൊ അന്ന് ശ്രേയക്കുട്ടി 4 ലൈൻ പാടി. 4 ലൈൻ പാടി കഴിഞ്ഞിട്ട് ചേട്ടൻ അത് എം സാറ് അത് ഫേസ്ബുക്കിൽ ഇട്ടു. അപ്പൊ തന്നെ അതിന് നമുക്കൊരു ചെറിയൊരു പ്രതീക്ഷ കിട്ടിയാണ്. അപ്പൊ തന്നെ പെട്ടെന്ന് വൈറലായി. അപ്പൊ അതിന്റെ അകത്ത് ആദ്യം ഒരു വിരുത്തമുണ്ട്, കേട്ടിട്ടുണ്ടോ? ഈശോ ഒരു വിരുത്തമുണ്ട്. അത് ശ്രേയക്കുട്ടിയുടെ അനിയനാണ്. അത് ശ്രേയക്കുട്ടിയുടെ അനിയനാണ്. അത് ആ സ്പോട്ടില് ശ്രേയക്കുട്ടി പാടിക്കൊണ്ടിരുന്നപ്പോ തന്നെ ചേട്ടൻ പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് സ്പോട്ടിൽ തന്നെ അത് അനിയനെ കൊണ്ട് ചുമ്മാ പാടിച്ചിട്ടാ അത്. ഓ, അത് ശരി. അങ്ങനെയാണ് ആ മേലമാനത്തെ ഈശോ എന്നുള്ള പാട്ടുണ്ടായത്. നമുക്ക് സ്മൃതിഗീതത്തിൽ ആദ്യം തന്നെ ശ്രേയമോളെ ഇരുത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ട, നമുക്ക് ആ ഗാനം തന്നെ പാടി നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും, സന്തോഷമുള്ള. ഗുഡ്. ശ്രേയക്കുട്ടി നന്നായി പാടി. അന്ന് റിയൽ നമ്മൾ ഓൾറെഡി റെക്കോർഡിംഗ് കഴിഞ്ഞു, പക്ഷെ ചെന്നൈയിൽ വെച്ചായിരുന്നു എന്റെ ഷൂട്ടിംഗ്.
അത് കഴിഞ്ഞ് പാടി കഴിയുമ്പോൾ നമ്മൾ അതിന്റെ വിഷ്വലിൽ ജിനോ നമുക്ക് അത് കഴിഞ്ഞ് ശ്രേയക്കുട്ടി, കുഞ്ഞു ശ്രേയക്കുട്ടിയാണ്, ഇത്രയില്ല ഇപ്പൊ വലിയ ആളായില്ലേ, കുഞ്ഞ് ശ്രേയക്കുട്ടി ഓടി ചെല്ലുന്നു, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതാ പറഞ്ഞേ. അപ്പോൾ ഓടി ചെല്ലുന്നു, ചിത്രേച്ചിയും സുയാ ചേച്ചിയുടെ അടുത്ത് ചെന്ന് അവർ ഉമ്മ വയ്ക്കുന്നു. അപ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ ശ്രേയക്കുട്ടിയോട് റിയലായിട്ട് ഡെഫിനറ്റ്ലി പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും ഓർത്ത് പറയാമോ, എന്തൊക്കെയായിരുന്നു, എങ്ങനെയായിരുന്നു? സർപ്രൈസ് ആണ് കേട്ടോ. ആ അത് നമുക്കറിയാലോ, ഈ ഒത്തിരി നാളായി ചിത്ര ചേച്ചിയും സുജ ചേച്ചിയുടെ ഒരു സ്റ്റേജിൽ ഒത്തിരി റയറായിട്ടാണല്ലോ വരാറുള്ളൂ, അവർ ഒന്നിക്കാറില്ല. അതെ അതെ, അത് നമ്മളൊരു ഒത്തിരി സർപ്രൈസ് ആയിട്ട് ശ്രേയക്കുട്ടിക്ക് അങ്ങനെ ഒരുക്കിയതാണത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇവർ രണ്ടുപേരും വന്ന് ഇരിക്കുമ്പോൾ ശ്രേയക്കുട്ടി വന്നു കഴിയുമ്പോഴാണ് ഇവരെ കാണുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ ശ്രേയക്കുട്ടി പറഞ്ഞു. ഞങ്ങള് ഈ ഷൂട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിത്രാൻറ്റി റൂമിനുള്ളിലേക്ക് കയറിപ്പോയി, പക്ഷെ പരിചയപ്പെട്ടില്ല ആ സമയത്ത്. പിന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ മോളുടെ പാട്ട് ഞാൻ കേട്ടു, ഞാൻ ആ സമയത്ത് ഞാൻ മോളെ ശ്രദ്ധിച്ചില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ലാലി ലാലി പറഞ്ഞ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാൻ പാടുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ആ പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ 2 വരി ആ പാട്ട് പാടിക്കൊടുത്തു, പാടി. പിന്നെ എനിക്ക് പിന്നെ ഒരു ഉമ്മയും കൂടെ തന്നു. അടുത്ത് കുറെ ഉമ്മകൾ വാരിക്കൂട്ടി ഈ പാട്ട്. ഈ ചിത്രേച്ചി ചേച്ചിയും ശ്രേയക്കുട്ടി പാടുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കൺസോളിലെ. അപ്പം ഇവർക്ക് കാണാമായിരുന്നു, പക്ഷെ ശ്രേയക്കുട്ടിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണത്തില്ലായിരുന്നു ഷൂട്ടിന്റെ സമയത്ത്. അത് ഒരു ശരിക്കും സർപ്രൈസ് മാതിരി. ഞാൻ എന്റെ പാട്ടിന് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അറിഞ്ഞിട്ടില്ല. അപ്പൊ പെട്ടെന്ന് അവിടെ പോയി നോക്കുമ്പോ അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നു, അവർ രണ്ടുപേരും ക്ലാപ്പ് ചെയ്യുന്നു, എനിക്ക് കിസ് ചെയ്യുന്നു. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ആ സർപ്രൈസ് ഫീൽ ആ വീഡിയോയിലുമുണ്ട്, നമുക്കത് റിയൽ ആയിട്ട് മനസ്സിലാവും, ആ ഒരു ഫീൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് ശ്രീകുട്ടി കണ്ണൊക്കെ നിറഞ്ഞു, ശ്രീകുട്ടിയുടെയും മമ്മിയുടെയും ഒക്കെ കണ്ണ് നിറഞ്ഞു. ഇവരെ രണ്ടുപേരും ഒന്നിച്ച് കാണാൻ പറ്റിയ ലെജൻസ് ആണല്ലോ. തീർച്ചയായിട്ടും. ഈ ഒരു അവസരത്തിലാണ് ഞാൻ ചിത്രാൻറ്റീനെ ആദ്യമായിട്ട് കാണുന്നത്. സുജാത ആന്റീന്റെ ഈ റിയാലിറ്റി ഷോയില് ജഡ്ജായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ പരിചയമുണ്ട്. പക്ഷെ ചിത്രാൻറ്റീനെ എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു, ചിത്രാൻറ്റീനെ കാണുക, പരിചയപ്പെടുക, സംസാരിക്കാനൊക്കെ. അതെ 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 അതെ, അതന്ന് നടന്നു. പിന്നെ രണ്ടുപേരും ഒരുമിച്ച് കാണാനും കഴിഞ്ഞു. അതിനുശേഷമാണ് മോള് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഏതാണ്, എനിക്ക് അതിന്റെ പല്ലവി 2-3 പല്ലവി നമുക്ക് ഫിലിം സോങ്സ് ആണെങ്കിലും നമുക്ക് അതൊക്കെ കോമൺ സോങ്സ്, നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ്. മിനുങ്ങും മിന്നാമിനുങ്ങേ അല്ലേ? അപ്പൊ അതിന്റെയൊക്കെ അതിന്റെ ഒരു പല്ലവി ഒന്ന് പാടിയാലോ മോളെ? അതിന്റെ ഒരു പല്ലവി. ഓക്കെ. വളരെ ഒരു ക്യൂട്ട് സോങ് ആണ്. എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു ഭക്തിഗാനം കേട്ട പോലെ എന്ന് പറയും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ശ്രേയമോളുടെ ഒരു ബ്ലെസ്സിങ് എന്താണെന്ന് അറിയാമോ? അങ്കിൾ ഇവിടെ നോക്കുമ്പോൾ എൻ്റെ മാത്രമല്ല, മോൾക്ക് ഓരോ പാട്ടും കൺസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ പാട്ടും കൺസീവ് ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും. അത് നമുക്ക് അത് ബ്ലെസ്സിങ് ആണ്. അത് ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ് നമുക്ക് സ്വർഗത്തിൽ നിന്ന് എല്ലാവർക്കും കിട്ടുന്നതല്ല. അപ്പൊ അവള് പാടുമ്പോഴാണെങ്കിലും എന്തായിരിക്കും ശ്രേയമോളുടെ മനസ്സിൽ പോവുക? അപ്പൊ ഇങ്ങനെ പാടുമ്പോൾ മോളുടെ മുഖത്ത് നോക്കുമ്പോൾ മോൾ അതൊക്കെ എന്തൊക്കെയോ മനസ്സിൽ വിഷ്വലി ചെയ്യുന്ന പോലെയോ പിക്ചറൈസ് ചെയ്യുന്ന പോലെ എന്താ മോൾ? അതെ, ഇത് ഈ റെക്കോർഡിംഗ് സമയത്ത് തന്നെ എനിക്ക് മ്യൂസിക് ഡയറക്ടറും എൻ്റെ അമ്മയും എല്ലാരും പാടുമ്പം ഇത് അച്ഛനും ഒരു മോളും ആയിട്ടുള്ള ഒരു റിലേഷന്റെ ഒരു പാട്ടാണല്ലോ. അപ്പം ഞാൻ അച്ഛന്റെ കൂടെ കളിക്കുന്ന പോലെ, അച്ഛന്റെ കൂടെ എൻജോയ് ചെയ്യുന്ന പോലെ, അപ്പോൾ ഞാൻ എത്ര ഹാപ്പി ആയിരിക്കും ആ ഒരു രീതിയിൽ. പിന്നെ ആ മൂവിയുടെ സിറ്റുവേഷനും അങ്ങനെയാണല്ലോ, ആ കുട്ടി അച്ഛനെ അറിയാൻ വേണ്ടി, അച്ഛൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതാണല്ലോ. അപ്പോൾ ഇങ്ങനെ അച്ഛനെ
കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും, പിന്നെ നമുക്ക് ഓരോ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവല്ലോ, ഉവ്വ്. അതിനനുസരിച്ച് അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ അതങ്ങനെ. അപ്പൊ ഞാൻ പറയട്ടെ, മേലെ മാനത്തെ ഈശോയെ പാടുന്നു. അപ്പൊ അപ്പോഴൊക്കെ എന്താ മോള് റിയലി, മോളുടെ മുഖത്ത് റിയൽ നമുക്കൊരു ഭക്തിഭാവം ഉണ്ട്, ഒരു എൻജോയ് ചെയ്യുന്ന, ചുമ്മാ ഞാൻ പറയുന്ന ഒരു എൻജോയ്മെന്റ് അല്ല, അതിനപ്പുറം സംതിങ് ഗ്രേറ്റ് ആയിട്ട് എന്തോ ഇറ്റ്സ് ഇന്നർ എന്നൊരു ഫീൽ, ജിനോ, ഇറ്റ്സ് എ റിയൽ ഫീൽ. അവളുടെ മുഖത്തുള്ള ഒരു റിയൽ ഫീൽ. അപ്പോൾ എന്തായിരിക്കും മോള് ആ സമയത്ത് കാണുന്നത്? ഈശോയെ ആയിരിക്കും കാണുന്നത്, അല്ലേ? അതെ അതെ. ആക്ച്വലി എം ജയേന്ദ്ര സാറ് പാട്ട് പാടിയപ്പോൾ അതിന്റെ ഫീൽ കംപ്ലീറ്റ് പറഞ്ഞു അതെ, കൊടുത്തിട്ടുണ്ട്. മറ്റേ ഒന്ന് വരാമോ ആ സ്ഥലത്തൊക്കെ, ഒന്ന് വരാമോ ഈശോയെ, അങ്ങനെ അങ്ങനെ പറഞ്ഞു തന്നിട്ട്, അതേപോലെ എന്റെ അനിയനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മറ്റേ അത് വിരുദ്ധം പറയുന്ന സമയത്ത്. അപ്പൊ ഒന്ന് വരാമോ ഈശോ, നമ്മള് റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ ഞാൻ ഈശോയെ കാണാൻ കൊതിക്കുന്നു, അപ്പൊ ഒന്ന് വരുമോ പ്ലീസ്, അങ്ങനത്തെ ആ ഫീല് വരാൻ അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടാ ഞാൻ ആ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കൊറേ നമ്മൾ ഈശോയെ അതായത് പിന്നെ ബാക്കി എന്റെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫീൽസ് ഇടുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ ഈ ഇത്രയും 18 വർഷത്തെ സംഗീത രംഗത്ത് 100 ചില ആൽബങ്ങൾ ഇറക്കാൻ പറ്റിയ ദൈവകൃപയില് എല്ലാ ആൽബത്തിലും ഒരു പാട്ട് കുട്ടികളുടെ ഉണ്ട്. അത് എനിക്കെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ കുട്ടികളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പം എനിക്ക് തന്നെ ഇപ്പം 3 കുഞ്ഞുങ്ങളായി, ദൈവം അനുവദിച്ചാൽ ഇനിയും ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെച്ചാൽ കുഞ്ഞുങ്ങൾ അത്ര ഇഷ്ടമാണ് എനിക്ക്. പൈതൽ എന്നൊരു ആൽബം ഇറക്കിയിരുന്നു, അത് 103ാമത്തെ ആൽബമാണത്. 103ാമത്തെ ആൽബമാണ്. ആ ആൽബം 23 കുട്ടികളുണ്ട്, അത് 14 പാട്ടുകളാണുള്ളത്. അതൊരു പ്രത്യേകത പറഞ്ഞാൽ അതിനകത്ത് ഒന്നും സോളോ ഇല്ല, ഡ്യുവറ്റും ഇല്ല, ഒരു പാട്ട് എല്ലാം അങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയത്. നല്ലൊരു പാട്ട് അതിൻ്റെ സ്ട്രിക്റ്റ് പാടിയിട്ടുണ്ട്. ഓ ശരി, നമുക്ക് ആ ഗാനം ഒന്ന് പാടിയാലോ നമുക്ക് ഈ എപ്പിസോഡിൽ? നിന്റെ കുഞ്ഞായിരിക്കണം കുഞ്ഞാടേ നിന്റെ പുൽക്കൂട്ടിൽ നിന്റെ കുഞ്ഞായിരിക്കണം കുഞ്ഞാടേ നിന്റെ പുൽക്കൂട്ടിൽ കരുണയോടെ എന്നെ എന്നെന്നും കാത്തിടേ നിന്റെ കുരിശിൻ ചുവട്ടിൽ കാത്തിടണേ. വിശക്കുമ്പോൾ അപ്പം നീ തരണേ, ഭയക്കുമ്പോൾ ഒപ്പം നീ വരണേ. വിശക്കുമ്പോൾ അപ്പം നീ തരണേ, ഭയക്കുമ്പോൾ ഒപ്പം നീ വരണേ. മേഘത്തണലായി കത്തുന്ന സൂര്യനാ കർത്താവേ, നീ എന്നെ എന്നും കാത്തിടണേ. മേഘത്തണലായി കത്തുന്ന സൂര്യനാ കർത്താവേ, നീ എന്നെ എന്നെന്നും കാത്തിടണേ. എനിക്കെന്നും നിന്റെ കുഞ്ഞായിരിക്കണം കുഞ്ഞാടേ നിന്റെ പുൽക്കൂട്ടിൽ കരുണയോടെ എന്നെ എന്നെന്നും കാത്തിടണേ നിന്റെ കുരിശിൻ ചുവട്ടിൽ കാത്തിടണേ. രാജ് സാറ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു, നന്നായിട്ട് മ്യൂസിക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വരികൾ നല്ല ബ്ലെൻഡിങ് ആണ്, നല്ല രസമുണ്ട്, കേൾക്കാനായിട്ട് ഭയങ്കര രസമുണ്ട്. അതാണ് ശ്രേക്കുട്ടീനെ നമുക്ക് ഈ മലയാളികൾക്ക് കിട്ടിയിൽ നമ്മളൊക്കെ എല്ലാം അഭിമാനിക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആ ഫിലിമിൽ പാടിയ വേറൊരു പാട്ടുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതിന്റെ ഒരു പല്ലവിയും കൂടി നമുക്ക് പാടാം. എന്നോ ഞാനെന്റെ അമർ അക്ബർ അന്തോണി അല്ലേ, ഈ മേലെ മനത്ത് കഴിഞ്ഞ് അടുത്ത അതായിരുന്നു പാടിയത് അല്ലേ? അടുത്ത ഹിറ്റ്. എന്നോ
മുറ്റത്തോരറ്റത്ത് പുന്നാരി ചൊരുമുല്ല നട്ടു. കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ട് പന്തലിട്ടു. മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വയലിലൊന്നു തൊട്ടു. രണ്ടാം നാളിൻ്റെ ജീവനമൊട്ടവൻ എൻ്റെ അങ്ങു കട്ടു. ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേട്ടു. ഇന്നു ഞാനെൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരി ചൊരുമുല്ല നട്ടു. മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വയലിലൊന്നു തൊട്ടു. രണ്ടാം നാളിൻ്റെ ജീവനമൊട്ടവൻ എൻ്റെ വന്നു കട്ടു. ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേട്ടു. ജിനോ, നമ്മൾ ഇനിയും നമുക്ക് 2-3 എപ്പിസോഡുകൾ ജിനോയുടെ തന്നെ ജീവിതത്തിലെ അനുഭവങ്ങൾ, സംഗീത ജീവിതത്തിലെ അനുഭവങ്ങൾ എല്ലാമായിട്ട് നമുക്ക് ഇനിയും ഇരിക്കണം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. സമയപരിമിതി മൂലം ചുരുക്കി നിർത്തുകയാണ്. ശ്രേയമോള് ഈ എപ്പിസോഡിലാണുള്ളത്. ഇനി അടുത്ത എപ്പിസോഡിൽ ശ്രേയമോൾ ഉണ്ടാവില്ല. അപ്പോൾ ശ്രേയമോൾക്ക് എല്ലാ വിഷസും അങ്കിൾ നേരുകയാണ്. സ്മൃതിഗീതം നമ്മുടെ ഈ പ്രോഗ്രാം നമ്മുടെ ഓൾ ക്രൂ നേരുകയാണ്. ഇനിയും ചിത്രേച്ചിയെ പോലെ ഒക്കെ ഉള്ള അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു ഗായികയായി മാറാനുള്ള എല്ലാ കൃപയും സ്വർഗം തുറന്ന് ദൈവം തരട്ടെ. മോക്ക് ആയുരാരോഗ്യ സൗഖ്യം തരട്ടെ. അങ്കിൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ കേട്ടോ. തന്ന നിമിഷങ്ങൾക്ക് ജിനോ നന്ദി പറയുന്നു. മോളെ നന്ദി പറയുന്നു. നന്ദി നിങ്ങൾക്കും കേട്ടോ. സ്മൃതിഗീതം സ്മൃതിഗീതം. ഈ എപ്പിസോഡിൽ നമ്മൾ സ്മൃതിഗീതം യാത്ര ചെയ്തത് ശ്രീ ജിനോ കുന്നുംപുറം എന്ന കലാകാരൻ്റെ അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത്. ഹൃദ്യമായി എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ അദ്ദേഹം തന്നെയാണ് നമ്മളോടൊപ്പം ഉണ്ടാവുക. അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം നമുക്ക്. വലിയ പ്രതീക്ഷയോടെയാണ്. നന്ദി, നമസ്കാരം.